മലയാളികൾ ഇന്ന് രാവിലെ കേൾക്കുന്നത് ഞെട്ടിക്കുന്ന ഒരു വാർത്ത തന്നെയാണ്. പ്രതിപക്ഷ നേതാവ് മുൻ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയന്റെ വീട്ടിൽ ഇഡിയുടെ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിണറായി വിജയന്റെ മാസപ്പടി കേസിലാണ് റെയ്ഡ് നടക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ വിവരം. വീട്ടിൽ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ് സോഷ്യൽ മീഡിയ വഴിയും മറ്റും പുറത്തു വന്നത്. പ്രേക്ഷകരെയും മലയാളികളെയും കേരള ജനതയെ മുഴുവൻ ഞെട്ടിക്കുന്ന ഒരു വാർത്തയായിരുന്നു അത്. ഈ റെയ്ഡിൽ എന്തെങ്കിലും കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് തന്നെയാണ് മലയാളികളും നോക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായി പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി ആളുകൾ തന്നെയാണ് രംഗത്ത് വന്ന് ഇതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഒരു റെയ്ഡ് നടക്കുന്നതിൽ വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്നും അവർക്ക് പേടിക്കുന്നില്ലെങ്കിൽ ഒന്നും ഒളിക്കാനില്ലെങ്കിൽ എന്തിനാണ് പേടിക്കുന്നത് എന്നും മലയാളികൾ ചോദിക്കുന്നു. എന്നാൽ ഇതേ സമയം വി ഡി സതീശൻ നയിക്കുന്ന കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി വിജയൻ ഇനി സാധിക്കില്ല എന്നും വീട്ടിൽ ഒരു റെയ്ഡ് വന്നപ്പോഴേക്കും പിണറായി വിജയൻ കുടുങ്ങി എന്നാണ് പ്രേക്ഷകർ മലയാളികളും കുറേ പേർ പറയുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. റെയ്ഡ് നടക്കുന്നു എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല, അത് യാഥാർത്ഥ്യമായ ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇതിനെതിരേക്കുന്ന കേസുകളും ഇതിൽ കണ്ടെത്താൻ സാധിക്കുന്ന കാര്യങ്ങളും എന്താണെന്ന് പുറത്തുവിട്ടിട്ടില്ല. ഉടനെ തന്നെ ആ കാര്യങ്ങളെല്ലാം തന്നെ പുറത്തുവിടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് മലയാളികളും കാത്തിരിക്കുന്നത്. എന്താണ് യഥാർത്ഥ സംഭവം, പിണറായി വിജയൻ എന്താണ് ചെയ്തത് എന്നും എന്താണ് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുന്നത് എന്നുമാണ് മലയാളികളും കേരള ജനതയും നോക്കുന്നത്. എത്രയോ ആളുകളുടെ വീട്ടിൽ ഇതുപോലെ റെയ്ഡ് വന്ന് റെയ്ഡിൽ ഒന്നും കണ്ടുപിടിക്കാൻ സാധിക്കാതെ തന്നെ ടാക്സുകാർ വെറുതെ കയ്യും വീശി പുറത്തു പോയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എന്നൊന്നും തന്നെ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഒന്നും കണ്ടെത്തിയില്ലെങ്കിൽ അത് ടാക്സുകാർക്ക് വലിയൊരു അപമാനമാണ് എന്നും പിണറായി വിജയന്റെ വലിയൊരു തിരിച്ചുവരവ് തന്നെയായിരിക്കും അതും എന്നാണ് മലയാളികളും പറയുന്നത്. എന്നിരുന്നാലും നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നതെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.